നമ്മൾ അത്യാവശ്യം വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങി, റോഡിൽ ഓടിച്ചു, പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിലൊക്കെ ഓടിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നൈറ്റ് ഡ്രൈവ് ചെയ്യുക. പലർക്കും ഈ നൈറ്റ് ഡ്രൈവ് ചെയ്തു തുടങ്ങാൻ വളരെയധികം പേടിയാണ്. ഒരു പക്ഷേ നമ്മളുടെ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നൈറ്റ് ഡ്രൈവിംഗ് ആണ് ഒരു കൂടുതൽ പ്രിഫർ ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഡേയിലുള്ള സൺലൈറ്റ്, അതുപോലെ തന്നെ ഈ റോഡിലുള്ള ഭയങ്കരമായ ട്രാഫിക്, ഇതുകൊണ്ടൊക്കെ തന്നെ നൈറ്റ് ഡ്രൈവിംഗ് ആണ് പലരും പ്രിഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഡേ ഡ്രൈവിങ്ങിനെക്കാട്ടും കൂടുതൽ കൺവീനിയൻറ്റുമാണ്. എന്നാൽ ഇങ്ങനെ നൈറ്റ് ഡ്രൈവിംഗ് കൂടുതൽ ഈസി ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എന്തെങ്കിലും കൂടുതലായിട്ട് ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. നൈറ്റ് ഡ്രൈവിങ്ങിനെ ഡേ ഡ്രൈവിങ്ങുമായിട്ട് വ്യത്യാസമാക്കുന്നത് മറ്റൊന്നുമല്ല, നൈറ്റ് ഡ്രൈവിങ്ങിൽ വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ വിസിബിലിറ്റി നമുക്ക് കറക്റ്റായി കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവിംഗ് വളരെയധികം ഈസി ആക്കാൻ പറ്റും. വിസിബിലിറ്റിയെ നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഫ്രണ്ടിലുള്ള വിൻഷീൽഡ് ഗ്ലാസ് ആണ്. വിൻഷീൽഡ് ഗ്ലാസ്, പിന്നെ വൈപ്പർ. അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്രൈവിംഗിന് മുമ്പായിട്ട് വിൻഷീൽഡ് ഗ്ലാസ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ക്ലിയർ ആയ ശേഷം മാത്രം നമ്മൾ നൈറ്റ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വൈപ്പർ ബ്ലേഡിന്റെ അവസ്ഥ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി വളരെയധികം നഷ്ടപ്പെടും. നൈറ്റ് ഡ്രൈവിംഗിൽ വൈപ്പർ ഇല്ലാതെ ഡ്രൈവ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് മഴയുള്ള സമയത്ത്. അതുകൊണ്ട് തന്നെ വൈപ്പറിന്റെ കണ്ടീഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേതാണ് ലൈറ്റ്സ്. ഇതാണ് നമ്മൾ നൈറ്റ് ഡ്രൈവിംഗിൽ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത്. ലൈറ്റ് തന്നെ പലവിധമുണ്ട്. ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഉണ്ട്, ഡിം ലൈറ്റ് ഉണ്ട്, ഇന്റീരിയർ ലൈറ്റ് ഉണ്ട്, അതുപോലെ പാർക്ക് ലൈറ്റ് ഉണ്ട്, ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡ്ലൈറ്റ് സ്വിച്ചസ് ആണ്. നമ്മുടെ സ്റ്റിയറിംഗിന്റെ രണ്ട് സൈഡിലായിട്ടുമാണ് ഈ സ്വിച്ചസ് ഉണ്ടായിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണത് വൈപ്പർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. റൈറ്റ് സൈഡിലെ സ്വിച്ചാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഈ വാഹനത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഈ സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് വൈപ്പറിന്റെ സ്വിച്ച്. വൈപ്പർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്വിച്ചാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. വൈപ്പർ സാധാരണ നമ്മൾ താഴേക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് വൈപ്പർ ഓപ്പറേറ്റ് ആവുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹെഡ് ലൈറ്റിൻ്റെയും അതുപോലെ മറ്റ് ലൈറ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ലൈറ്റ് ഓപ്പറേറ്റിംഗ് സ്വിച്ച്. ഈ സ്വിച്ചിൻ്റെ അറ്റത്തുള്ള ഈ പോർഷൻ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പിടിച്ച് ടേൺ ചെയ്തിട്ടാണ് നമ്മൾ പാർക്ക് ലൈറ്റും ഹെഡ് ലൈറ്റും ഒക്കെ ഓൺ ചെയ്യുന്നത്. നമ്മൾ ഈ സ്വിച്ചിൽ പിടിച്ച് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പാർക്ക് മോഡിലേക്കാണ് പോവുക. നമ്മൾ പാർക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ നമ്മുടെ ഹെഡ്ലൈറ്റിലുള്ള ചെറിയ ഒരു പാർക്കിൻ്റെ ബൾബ് ഉണ്ടാവും, അത് ഓണാവും. അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് ഹെഡ്ലൈറ്റിലും ചെറിയൊരു ബൾബ് ഓണാവും. അതുപോലെ തന്നെ ബാക്കിൽ ടെയിൽ ലാമ്പിലും രണ്ട് പാർക്ക് ബൾബ് ഉണ്ട്, ഇത് ഓണാവും. ബാക്കിലെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലുള്ള രണ്ട് ചെറിയ ബൾബ്, ഇതും പാർക്ക് ഇടുമ്പോൾ ഓണായിരിക്കും. പിന്നെ നമ്മളുടെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡിലുള്ള ചില സ്വിച്ചസ് ഉണ്ടാവും. നമ്മുടെ AC യുടെ സ്വിച്ച്, അതുപോലെയുള്ള സ്വിച്ചസിലൊക്കെ ഒരു ഇലുമിനേഷൻ ഉണ്ടാവും, അത് ഓണാവും. അതോടൊപ്പം തന്നെ സ്വിച്ചിൻ്റെ ഉള്ളിലുള്ള ചെറിയ ബൾബ്സ് അത് ഓണാവും. നമുക്ക് ചെറിയ നമ്പേഴ്സൊക്കെ കാണാൻ വേണ്ടി ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡിലുള്ള ഈ സ്വിച്ച് നോക്കിയാൽ കാണാം, അതിന് റെഡ് ലൈറ്റ് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ റെഡ് ലൈറ്റ് നമ്മൾ പാർക്ക് ഇടുമ്പോഴാണ് ഓണാവുന്നത്. പാർക്ക്, അതുപോലെ തന്നെ ആ 1 2 3 4 എന്ന് എഴുതിയിരിക്കുന്ന അതിനുള്ളിലുള്ള ചെറിയ ബൾബും ഓണാവും. അപ്പോൾ നമുക്ക് രാത്രിയിൽ ആ 1 2 3 4 കാണാവുന്നതാണ്. നൈറ്റ് സമയങ്ങളിൽ വാഹനം നമ്മുടെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത ശേഷമാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മറ്റു വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ചെറിയ ബൾബ് കത്തിരിക്കുന്നുണ്ട്, തന്നെ പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ വെളിച്ചക്കുറവുള്ള സമയങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇരുട്ടായിട്ടില്ല എന്നാൽ കുറച്ച് വെളിച്ചം കുറവാണ്, ഇങ്ങനെയുള്ള സമയങ്ങളിലും നമ്മൾ പാർക്ക് ഓൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനങ്ങളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ സ്വിച്ചിൽ ഒന്നുകൂടെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഹെഡ് ലൈറ്റ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഹെഡ് ലൈറ്റ് ഓൺ ആവുന്നത് ഡിം മോഡിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ ലൈറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡ് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നു. സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ മോഡിലാണ്, അതായത് ഡിം മോഡിലാണ് നമ്മൾ നോർമലി ഉള്ള റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിഷൻ കുറച്ചുകൂടെ ദൂരേക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബ്രൈറ്റ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ബ്രൈറ്റ് മോഡിൽ ഇടുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് മുകളിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എതിരെ ഒരു വണ്ടി ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വെട്ടമടിക്കുന്നത്. ഈ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളുടെ സ്വിച്ചിൽ നമ്മൾ പിടിച്ചിട്ട് താഴേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഡാഷ്ബോർഡിനുള്ളിൽ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഓൺ ആയതിൻ്റെ ഇൻഡിക്കേറ്ററും
കാണാവുന്നതാണ്. ഒരു ബ്ലൂ കളറിൽ ഹെഡ്ലൈറ്റിൻ്റെ പിക്ചറുള്ളൊരു ഇൻഡിക്കേഷൻ ആയിരിക്കും നമ്മുടെ ഡാഷ്ബോർഡിൽ ഓൺ ആവുക. ഏതെങ്കിലും സമയത്ത് നമ്മൾ ബ്രൈറ്റ് ആണോ ഡിം ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഇൻഡിക്കേഷൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നൈറ്റ് ഡ്രൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മോഡാണ് ഫ്ലാഷ് മോഡ്. ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, അത് ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ജസ്റ്റ് 1 സെക്കൻഡിലേക്ക് ഓൺ ആവും, പെട്ടെന്ന് തന്നെ ഓഫ് ആകും. ഇതിനാണ് ഫ്ലാഷ് മോഡ് എന്ന് പറയുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഹെഡ്ലൈറ്റ് സ്വിച്ചിനെ നമ്മളുടെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 സെക്കൻഡിലേക്ക് ജസ്റ്റ് പുള്ള് ചെയ്യും, ഹെഡ്ലൈറ്റ് സ്വിച്ച് ഓട്ടോമാറ്റിക്കായി തന്നെ പഴയ പൊസിഷനിലേക്ക് പോകുന്നതാണ്. ആ 1 സെക്കൻഡിലേക്ക് മാത്രം നമ്മുടെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആവും, പെട്ടെന്ന് തന്നെ ഡിം ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡാഷ്ബോർഡിനുള്ളിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പറ്റും, ആ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ് ഇൻഡിക്കേഷൻ 1 സെക്കൻഡിലേക്ക് ജസ്റ്റ് ഓൺ ആയിട്ട് അപ്പോൾ തന്നെ ഓഫ് ആകുന്നതാണ്. നോർമലി നമ്മൾ ഈ ഫ്ലാഷ് യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള വാഹനങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഹോണിനൊക്കെ പകരമായിട്ട് നമ്മൾ ഫ്ലാഷ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഫ്ലാഷ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരിക്കലും സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫിംഗർ വെച്ചിട്ട് പതുക്കെ ഫ്രണ്ടിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ഓൺ ആവുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു ഹെഡ്ലൈറ്റ് ഡിം ഇടുമ്പോൾ നമ്മുടെ റോഡിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്യുക, ബ്രൈറ്റ് ഇടുമ്പോൾ ഇത് മുകളിലേക്ക് ഫോക്കസ് ചെയ്യും. എന്നാൽ ഈ ഹൈറ്റ് നമ്മൾക്ക് ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് ഡിം ഇടുമ്പോൾ കുറച്ചുകൂടെ ദൂരേക്ക് വിഷൻ കിട്ടണം, അല്ലെങ്കിൽ ബ്രൈറ്റ് ഇടുമ്പോൾ ഇത്രയും പൊങ്ങേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്വിച്ച് അവൈലബിൾ ആണ്. ഈ സ്വിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ സ്വിച്ചിൽ മുകളിലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതിൽ നമ്പർ കാണാം, 1 2 3 4 എന്ന് കാണാൻ പറ്റും. ഇത് ഓരോ ഹൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഭിത്തിയുടെ നേരെ നമ്മുടെ വാഹനത്തിൽ നിർത്തുക, ഒരു 7 അടി അകലത്തിൽ വാഹനം നിർത്തിയിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. എന്നിട്ട് ഈ സ്ക്രോൾ ബട്ടണിൽ നമ്മൾ പതുക്കെ ടേൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ബീം നമ്മുടെ ഭിത്തിയിൽ പൊങ്ങുന്നതും താഴുന്നതും നമുക്ക് കാണാൻ പറ്റും. നമ്മൾക്കൊരു കൺവീനിയൻ്റായ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾക്ക് അവിടെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു പക്ഷേ പലപ്പോഴും ഈ സ്വിച്ച് നമ്മുടെ വാഹനത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ യൂസ് ഇപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ ഡിം മോഡും ബ്രൈറ്റ് മോഡും ഉപയോഗിക്കുന്ന രീതി നമ്മൾക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു നോർമൽ റോഡിൽ റൺ ചെയ്യുകയാണ്, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് അവൈലബിൾ ആണ്, നമ്മൾക്ക് കുറച്ചൊക്കെ വിഷനുണ്ട്. ഇങ്ങനെയുള്ള റോഡുകളിൽ ഒരിക്കലും നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല, ഡിം ലൈറ്റിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജംഗ്ഷനുകളിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡിം മോഡിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്ക് എത്രയും ഡിം മോഡ് യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഡിം മോഡിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമ്മൾ ചില ചെറിയ റോഡുകളിലൂടെ, പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് റോഡുകളിൽ 2 സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റോഡ് ഒട്ടും ക്ലിയർ ആയിരിക്കില്ല. ആ സമയത്ത് നമുക്ക് ബ്രൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എതിരെ ഏതെങ്കിലും വാഹനം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ബ്രൈറ്റ് മോഡിൽ നിന്ന് ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളുടെ ഈ ബ്രൈറ്റ് ലൈറ്റ് ആളുടെ ഇന്നർ റിയർ വ്യൂ മിററിൽ അടിച്ചിട്ട് നേരെ ആളുടെ കണ്ണിലേക്കാണ് ചെല്ലുക. അത് ആളുടെ വിഷനെ തടസ്സപ്പെടുകയും അതൊരു ആക്സിഡൻറ്റിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെയധികം അപകടങ്ങൾ ഈ ബ്രൈറ്റ് ലൈറ്റ് മൂലം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് അടിച്ചിട്ട് അവർക്ക് വിഷം നഷ്ടപ്പെടുകയും അവരുടെ വാഹനം നമ്മളുടെ വാഹനത്തെ ഒന്ന് ഇടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റു വാഹനങ്ങൾ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിച്ച് വരുന്നത് കണ്ടാൽ നമ്മുടെ ഈ ഫ്ലാഷ് മോഡ് ഒന്ന് ഓൺ ചെയ്തിട്ട് അവർക്കൊരു ഇൻഡിക്കേഷൻ കൊടുക്കുക. ഏതെങ്കിലും തരത്തിൽ അവർ ബ്രൈറ്റ് ഇട്ട് അറിയാതെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരത് ചേഞ്ച് ചെയ്ത് ഡിം മോഡിലേക്ക് മാറ്റുന്നതാണ്. ഇങ്ങനെ റോഡിൽ ഒരു പരസ്പര സഹകരണത്തോടെ ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഒരു സേഫ്റ്റി ഡ്രൈവിംഗ് നമുക്ക് സാധ്യമാവുകയുള്ളൂ. ലൈറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാറിനുള്ളിലുള്ള ഇൻറ്റീരിയർ ലൈറ്റ്, അത് നമ്മൾ ഒരിക്കലും ഡ്രൈവിങ്ങിനിടയിൽ ഓൺ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ അത്യാവശ്യം ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ബ്രൈറ്റ് ഇട്ട് ഡ്രൈവ് ചെയ്ത് ഒരു ചെറിയ റോഡിൽ പോവുകയാണ്, ഏതെങ്കിലും ഒരു വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു എന്ന് കരുതുക. ആ സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ ബ്രൈറ്റ് മോഡിൽ നിന്ന് ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും വാഹനത്തിന് പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ബ്രൈറ്റ് മോഡ് യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് ഡ്രൈവിംഗ് എളുപ്പമാക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സൈൻ ബോർഡുകൾ. അതുപോലെ തന്നെ റോഡിലെ സെൻട്രലും സൈഡിലുമുള്ള വൈറ്റ് ലൈൻസുകൾ, ആ വൈറ്റ് ലൈനിലുള്ള ചെറിയ റിഫ്ലക്റ്റേഴ്സ്, ഇത് നമ്മൾ നോക്കി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വളവുകൾ അതുപോലുള്ള സംഗതികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് യെല്ലോ കളറിൽ ബ്ലാക്ക് ആരോ ഉള്ള ഈ സൈൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടേണിംഗ് ഉണ്ട്. ഇപ്പോൾ റോഡിൽ നോക്കിയാൽ മനസ്സിലാവും, കാണാൻ നല്ലൊരു ടേണിംഗ് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെയുള്ള സൈൻ ബോർഡ് നോക്കി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ ഘടന ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ റോഡിൻ്റെ സെൻറ്ററിലുള്ള ഈ വൈറ്റ് ലൈന്, ഇതിൽ കുറച്ച് റിഫ്ലക്റ്റേഴ്സ് ഉണ്ടാകും. ഈ റിഫ്ലക്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എതിരെ ഒരു വാഹനം വരികയാണെങ്കിൽ നമുക്ക് ആ റോഡിൻ്റെ സെൻറ്ററിലുള്ള റിഫ്ലക്റ്റേഴ്സ് നോക്കി അതിനിപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ വാഹനം കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്.
നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വാഹനം ബ്രൈറ്റ് ലൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ സെൻറ്ററിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് സൈഡിലുള്ള ആ വൈറ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ആ ലൈനിനോട് ചേർന്ന് പുറത്തേക്ക് പോകാതെ നമുക്ക് മാക്സിമം ലെഫ്റ്റ് ചേർത്ത് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. രാത്രി യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കൂട്ടരാണ് പെഡസ്ട്രിയൻസ്, സൈക്കിൾ യാത്രക്കാർ, അതുപോലെ ചെറിയ ചെറിയ മൃഗങ്ങൾ. മൃഗങ്ങളുടെ കണ്ണിൽ നമ്മുടെ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിളക്കമുണ്ട്. ഇത് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മൃഗങ്ങൾ റോഡിൽ നിൽപ്പുണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാരാണെങ്കിൽ അവരുടെ ബാക്കിലുള്ള റിഫ്ലക്റ്റേഴ്സ് അത് ഒരെണ്ണം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു സൈക്കിൾ യാത്രക്കാർ മുമ്പിൽ പോകുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കാൽനട യാത്രക്കാർ റോഡിലുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വൈറ്റ് കളർ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റോഡിൻ്റെ സൈഡിലെ കാൽനട യാത്രക്കാരെ പ്രത്യേകിച്ച് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നൈറ്റിൽ ഡ്രൈവിംഗ് തുടരുവാൻ. രാത്രി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് മറ്റ് വെഹിക്കിൾസിൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ. ഒരുപക്ഷെ നമ്മളുടെ മുമ്പിൽ പോകുന്ന ഒരു വാഹനമായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന ഒരു വാഹനമായിക്കോട്ടെ, അതിൻ്റെ ഡ്രൈവിംഗ് പാറ്റേണിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നിക്കഴിഞ്ഞാൽ മറ്റ് അപകടമൊന്നും ഉറപ്പില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം യാത്ര തുടരുക. സാധാരണ നൈറ്റാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള വാഹനങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നമ്മളുടെ വാഹനത്തെ നിയന്ത്രിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മദ്യപാന്മാർ മാത്രമല്ല, ചില ആൾക്കാർ നൈറ്റ് ഡ്രൈവിങ്ങിൽ ഉറങ്ങിപ്പോകുന്ന ഒരു ശീലമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ഉറങ്ങുന്ന ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പതുക്കെ നഷ്ടപ്പെടുകയും വാഹനം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് സൈഡിലേക്ക് തെന്നി മാറുകയുമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നിർഭാഗ്യവശാൽ നമ്മളുടെ വാഹനമാണ് അതുവഴി കടന്നു പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ വാഹനമായിട്ടൊരു ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുന്നത് നൈറ്റ് ഡ്രൈവിങ്ങിൽ വളരെയധികം ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. നൈറ്റ് ഡ്രൈവിങ്ങിൽ വിസിബിലിറ്റി കുറവായതുകൊണ്ട് റോഡിലുള്ള ചെറിയ ചില സംഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലുള്ള അനാവശ്യമായ ബ്രേക്കിങ് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ ചില കാൽനട യാത്രക്കാർ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ തൊട്ടടുത്ത് വരുമ്പോഴേക്കും ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്താൽ പോകുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് വാഹനത്തെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മഴയത്തുള്ള മഴയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നതിലും നമ്മൾ വളരെ കുറച്ച് സ്പീഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മഴയത്ത് റോഡ് സ്ലിപ്പറി ആയിരിക്കും. അതുപോലെ തന്നെ വെള്ളം പല സ്ഥലങ്ങളിലും കെട്ടിക്കിടപ്പുണ്ടായിരിക്കും. റോഡിൽ എത്ര വെള്ളമുണ്ടെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ സ്പീഡിൽ വേണം എപ്പോഴും നമ്മൾ നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ. പെട്ടെന്ന് പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലേ ദിവസം വളരെ നല്ല രീതിയിൽ ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക. ഒരു ഉറക്കക്ഷീണത്തിൽ ഒരിക്കലും നമ്മൾ നൈറ്റ് ഡ്രൈവിങ്ങിന് പുറപ്പെടുവാൻ പാടുള്ളതല്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഹൈവേയിലേക്ക് ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ AC ഒക്കെ ഇട്ടായിരിക്കാം പോകുന്നത്. ആ സമയത്ത് നമ്മളുടെ കാറിനുള്ളിലെ ടെമ്പറേച്ചർ, നമ്മളുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ, കുറേ നേരം നമ്മൾ ഒരേ സ്പീഡിൽ ഒരേ ടെമ്പറേച്ചറിൽ ഒരേ കണ്ടീഷനിലായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇത് നമ്മളെ പതിയെ ഒരു ഉറക്കത്തിലേക്കോ ഒരു ചെറിയ മയക്കത്തിലേക്കോ നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ ഡ്രൈവിംഗ് കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനുവേണ്ടി നമുക്ക് ഗ്ലാസ് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് വിൻഡോ ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ രണ്ട് സൈഡിലേക്ക് ഒന്ന് ഇടയ്ക്ക് നോക്കുന്ന വിൻഡോ ഗ്ലാസ്സിലേക്ക്, ഫ്രണ്ടിലെ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ ഇടയ്ക്ക് രണ്ട് സൈഡിലേക്കൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചിട്ട് കുറച്ച് നമ്മളുടെ ആ ഡ്രൈവിംഗ് കണ്ടീഷൻ, നമ്മുടെ ഡ്രൈവിംഗ് മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ ഉറക്കത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. പറ്റുമെങ്കിൽ വാഹനത്തിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയ ശേഷം കുറച്ച് വെള്ളം കൊടുക്കുകയോ ജസ്റ്റ് വാഹനത്തിന് ചുറ്റും ഒന്ന് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും കൂടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു രാത്രി 3 മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് നല്ലപോലെ ഉറക്കം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു സേഫ് പ്ലേസ് കണ്ടുപിടിച്ച് നമ്മുടെ വാഹനം നിർത്തിയിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉറങ്ങിയ ശേഷം മാത്രം യാത്ര തുടരുവാൻ ശ്രദ്ധിക്കുക. ആ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. കാരണം നമ്മളുടെ ഉറക്കത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, പതിയെയാണ് നമ്മൾ മയക്കത്തിലേക്ക് വീഴുക. ഒരിക്കലും നമ്മൾ ഉറങ്ങുകയാണെന്നുള്ള ബോധം ഡ്രൈവർക്ക് ഉണ്ടാവില്ല. ഡ്രൈവർ പോലും അറിയാതെ ഒരു ഉറക്കത്തിനും അതുപോലെ ഉണർന്നിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു പകുതി മയക്കത്തിലായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വാഹനം പതിയെ കൺട്രോൾ നഷ്ടപ്പെടുകയും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ആവുകയുമാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എതിരെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ ആ വാഹനവുമായിട്ട് ഒരു ആക്സിഡൻറ്റിനുള്ള സാധ്യതയുണ്ട്.
എത്ര പ്രഗത്ഭനായ ഡ്രൈവർക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. നമ്മളുടെ മുന്നിൽ വളരെയധികം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജഗദീഷ് ശ്രീകുമാർ, പ്രിയപ്പെട്ട നടി മോനിഷ ഒക്കെ നമ്മളുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. നമ്മളൊരു യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വാഹനം ഇടയ്ക്ക് നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് കീ ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. ആ സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഡിം മോഡിൽ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. അത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ശ്രദ്ധിക്കുക. നൈറ്റ് ഡ്രൈവിംഗ് ഈസിയാക്കാനുള്ള ഏതാനും കുറച്ച് ടിപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ടിപ്പുമായിട്ടുള്ള കൂടുതൽ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.